ഹലോ, നമുക്കൊന്ന് പറശ്ശിനി വരെ പോയി വന്നാലോ? ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് 5-ാം മാസം ആയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് 6 തുടങ്ങി. അപ്പം 5-ാം മാസം ആകുമ്പോഴത്തേക്കും ദേവമാർ ക്ഷേത്രത്തിലെല്ലാം പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുത്തപ്പൻ്റെ അടുക്ക പോയി. അവിടെയാണെങ്കിൽ ഉത്സവം തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ജനങ്ങളുണ്ടായിരുന്നു. പാർക്കിങ്ങിന് ബുദ്ധിമുട്ടായിരുന്നു. 2 പ്രാവശ്യം ചുറ്റി കറങ്ങിയിട്ടാണ് പാർക്കിങ് കിട്ടിയത്. അങ്ങനെ ലൈറ്റെല്ലാം കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രം ഫുള്ളും ഭയങ്കര ജനങ്ങളും. പിന്നെ ഓരോ ആൾക്കാരും സാധനങ്ങൾ വാങ്ങുന്നതെല്ലാം കണ്ട് മെല്ലനെ നടന്നു. പിന്നെ നേരെ മടപ്പുരയിലേക്ക് കയറി. അവിടെ ഫുള്ള് ലൈറ്റ് കൊണ്ട് അത്രയും ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഭയങ്കര ജനങ്ങളും അത് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ ഓരോരുത്തർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. നാളെ ഉത്സവം തുടങ്ങുന്നത് കൊണ്ട്. നാളെയെന്ന് വെച്ചാൽ ആ ടൈം കേട്ടോ. ഇപ്പം ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. ക്ഷേത്രം കാണാൻ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ തൊഴുത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തപ്പൻ ഈ പ്രാവശ്യം മുത്തപ്പനെ ശരിക്കും കണ്ടു തൊഴുതു. വിഗ്രഹം കണ്ടു തൊഴുതു. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തൊഴുതു മാറുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ തൊഴുതിറങ്ങി നേരെ ചായ കുടിക്കാനായിട്ട്, പ്രസാദം കഴിക്കാനും ചായ കുടിക്കാനായിട്ട് പോയി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പ്രസാദം കഴിക്കാനും. ഇതിനെല്ലാം ക്യൂ പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വന്നു. പിന്നെ അമ്മയ്ക്ക് ഒരുപാട് നിൽക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് നമുക്ക് വേഗം കിട്ടി. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തപ്പൻ്റെ ആ പ്രസാദം. ചില സമയത്ത് കഴിക്കാനായിട്ട് നമുക്ക് ചെറുപയറായിരിക്കും ചില സമയത്ത് ഉണ്ടാവുക, ചില സമയത്ത് വൻപയർ, ചില സമയത്ത് കടല, അങ്ങനെയാണ് ഉണ്ടാവൽ. പിന്നെ ചായ വന്നു. ചായ അവിടുത്തേത് ഭയങ്കര വെള്ളം പോലെ ആണെങ്കിലും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ചായക്ക്. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് സാവധാനം, എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു. എന്നാലും എങ്ങനെയെല്ലാം ഒപ്പിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാനും ഏട്ടനും കൂടി അമ്മേനെ അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി. ഇവിടെ വന്ന് എന്തായാലും എനിക്ക് വളയോ മാലയോ പൊട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവും. ഈ പാവനെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ വില ചോദിച്ചപ്പോൾ 1000 രൂപ, 1000 2000 അങ്ങാണ്ട് അവർ പറഞ്ഞത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ കമ്മൽ സെറ്റ്, വള സെറ്റ്, എനിക്ക് മെയിനായിട്ട് കുപ്പിവളയാണ് പറശ്ശിനി വന്നാൽ ഞാൻ വാങ്ങാറ്. അങ്ങനെ കുപ്പിവള വാങ്ങാനായിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി മെല്ലനെ. പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് പുറപ്പെട്ടത്. അവിടുന്ന് ഫുഡെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മുത്തപ്പൻ്റെ ചോറുണ്ണാലോ. രാത്രി സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് മുത്തപ്പൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലവും മെല്ലനെ കറങ്ങി നടന്ന് കണ്ട്. കുപ്പിവളയാണ് മെയിൻ ഏരിയ. അപ്പോൾ ഏട്ടൻ ഒരു സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുപ്പിവള മാത്രം ഇഷ്ടം. എല്ലാ കടയിലും കുപ്പിവളയുണ്ട്. എന്നാലും ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു മെയിൻ കുപ്പിവള മാത്രം കിട്ടുന്ന ഒരു കടയുണ്ട് എന്നാൽ. അപ്പം ഞാനൊരു വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. ഒടുവിൽ ആ കടയിലെത്തി. ഞാൻ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഏട്ടനോട് വീഡിയോ എടുത്ത് തരണം, എന്നെ നല്ല വൃത്തി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ കുപ്പിവള ഇങ്ങനെ നോക്കുകയാണ്, ഓരോരോ റേറ്റ് നോക്കുകയാണ്. അവിടെ 40 മുതലാണ് സ്റ്റാർട്ടിങ് ഒരു ഡസന്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എടുക്കാൻ തോന്നും. അങ്ങനെ എനിക്ക് കുപ്പിവളയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി കുപ്പിവള ഞാൻ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടാണ് ഇടാറ്. എന്നിട്ട് അത് ഞാൻ അളവിന് കൊടുത്തിട്ട് ഓരോരോ കളർ, ഞാൻ ഇപ്രാവശ്യം വെറൈറ്റി കളറാണ് എടുത്തത്. ഇനിയും മുത്തപ്പൻ്റെ അടുക്ക വന്നു കഴിഞ്ഞാൽ എനിക്ക് മുത്തപ്പൻ്റെ അടുക്ക വന്ന മെയിനായിട്ട് ചായ കഴിഞ്ഞാൽ, മുത്തപ്പൻ്റെ ചായയും പ്രസാദവും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുപ്പിവളയാണ് മെയിൻ. അങ്ങനെ കമ്മലും. പക്ഷേ കമ്മൽ ഞാൻ അങ്ങനെ അവിടെ നിന്ന് വാങ്ങാറില്ല, കാരണം ഭയങ്കര റേറ്റാണ്. കുപ്പിവള ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാറ്, കാരണം ഏത് കളറും ഇവിടെ കിട്ടും. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന കുപ്പിവളയെല്ലാം കുറച്ച് റേറ്റ് കൂടുതലാണ്. അതിന് എത്രയാണ് ഇപ്പം അത് ഞാൻ വാങ്ങുന്നത്? ഡസന് 40 രൂപ. അപ്പുറത്തെ സൈഡിലുള്ളത് 60. അങ്ങനെ ഓരോ റേറ്റ് കൂടിയതും ഉണ്ട്. 40 സ്റ്റാർട്ടിങ്. അങ്ങനെ ഞാൻ ഓരോ കളറും ഇങ്ങനെ നോക്കി മനസ്സിൽ ഓരോ ഡ്രസ്സിൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കാനായിട്ട് വീട്ടിലുള്ള ഡ്രസ്സ് ഏതാണ് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് എടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള 2-3 കളറാണ് ഇപ്രാവശ്യം എടുത്തത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു ഫോട്ടോ വാങ്ങാനാണ്. ഗണപതിയും ശിവനും പാർവതിയും ഒക്കെ നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ വീട്ടിലുണ്ടായിരുന്നു, അത് നശിച്ചു പോയി. അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ വാങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പം ഇപ്രാവശ്യം കിട്ടിയത് മുരുകനടക്കമുള്ള ഫോട്ടോയാണ്. അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 2-3 കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് കിട്ടിയത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നു. അപ്പോൾ അവിടെ ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേള ഒന്നും പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർ പാട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നടയെല്ലാം അടച്ചു. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി
പോയി. അതിന് തിരക്കായിരുന്നു, എന്തൊരു തിരക്കായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ വയസ്സായവർക്ക് നടന്ന് മേലേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് താഴെ തന്നെ ഇരുന്ന് കഴിക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാനും അമ്മയും അവിടെ ഇരുന്നു. ഏട്ടൻ ക്യൂ നിന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അമ്മക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് ഒരാൾക്ക് കൂടെ ഇരിക്കാം. അപ്പോൾ ആ രീതിയിൽ ഞാനും ഇരുന്നു, ഞാനും അമ്മയും ഫുഡ് കഴിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ മെല്ലനെ നടന്ന് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ മെല്ലനെ നടന്നു. പിന്നെ അവിടുന്ന് പൊരി, കടല അങ്ങനെ കഴിക്കേണ്ട കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കടല വാങ്ങിച്ചിട്ട് ഏട്ടൻ വണ്ടിയിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ദേ നിൽക്കുന്നു മുത്തപ്പൻ്റെ മെയിൻ ആൾ. അപ്പോൾ മുത്തപ്പൻ്റെ മെയിൻ ആളായതുകൊണ്ട് തന്നെ പിന്നെ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിശന്നിട്ടില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ കടല ഇട്ട് കൊടുത്തപ്പോൾ നല്ലോണം തിന്നുന്നുണ്ട്. അത് വേറൊരാൾ നോക്കിയിരിക്കുന്നു. ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ നോക്കി നിന്നാക്കും കൂടെ ഞാൻ കൊടുത്തു. ഏട്ടനാണ് കൊടുത്തത്. അപ്പോഴത്തേക്കും ഞങ്ങൾ വാങ്ങിച്ച കടല ഏകദേശം തീരാനായി, അവർക്ക് തന്നെ കൊടുക്കുന്ന രീതിയിലായി. അപ്പോൾ അതാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരാൾ നോക്കുന്നത്. ഞാൻ പിന്നെ അവർക്കും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ അതും അങ്ങ് കഴിച്ച് ഞങ്ങൾ മെല്ലനെ വീട്ടിലേക്ക് തിരിച്ചു. ആദ്യമായിട്ടാണ് രാത്രിയിൽ വന്നിട്ട് ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച് മെല്ലനെ ആടിപ്പാടി പോകുന്നത്. നല്ല സംതൃപ്തിയോടെ കഴിക്കാനും പറ്റി, തൊഴാനും പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.